മരുമകളെ സർവ ഐശ്വര്യ പൂജ ചെയ്ത് നമ്മുടെ യഥാർത്ഥ വീട്ടിലേക്ക് കയറ്റുക എന്ന കർമ്മത്തിന് അനുയോജ്യമായൊരു സമയം കണ്ടെത്തുക, അതിനുള്ള ഒരുക്കങ്ങൾ നടത്തുക. അതിനെന്തെല്ലാം പൂജകളും ദോഷപരിഹാര ക്രിയകളുമാണ് വേണ്ടത്, പ്രശ്നവിധിയാൽ എന്താണ് പറയുന്നത്, ഇത് അറിയാൻ വേണ്ടിയിട്ടാണ് എന്നെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ശരിയല്ലേ സത്യാമ്മേ? അതെ. പടിയിറങ്ങിപ്പോയ ലക്ഷ്മി ദേവിയെ ആ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരിക, അത്രയും ദുർഘടമായൊരു കർമ്മമാണ് അവിടെ നടത്തേണ്ടത്. നോക്കാം, പ്രാർത്ഥിക്കുക. സകല പാപങ്ങളും പുറത്ത് രാശി പലകയിലെല്ലാം തെളിയണമേ എന്ന് വിഘ്നേശ്വരനെ വിളിച്ച് പ്രാർത്ഥിക്കാം. കാരണം ചെറിയൊരു ഏനക്കേട് വന്നാൽ അപ്പോ തടസ്സം പറയുന്ന ആളാണ് ഗണപതി ഭഗവാൻ. നന്നായെന്ന് പ്രാർത്ഥിച്ചോളൂ. മോളെ പ്രാർത്ഥിക്കും. ഭാമ പലതും ആഗ്രഹിക്കുവാണല്ലോ. ശാലിനി വരുമോന്ന് ശാലിനിക്ക് ഉറപ്പില്ലാത്ത അവസ്ഥയില് ഈ പൂജയും വഴിപാടും ഹോമവും ഒക്കെ വെറുതെ ആവോ എന്റെ ഈശ്വര? എന്താ ജോത്സരെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സത്യഭാമയും രാഘവൻ സാറും കുറച്ച് ഗൗരവമായി കേൾക്കേണ്ട കാര്യമാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. രാഘവൻ സാറിന്റെ മോശ സമയമാണോ, ഉദയലഗ്നം മോശാവസ്ഥയിലെത്തിയതോ, അതോ മൊത്തത്തിൽ ആ വീടിനെ ബാധിച്ചിരിക്കുന്ന ദോഷങ്ങളുടെ കാരണങ്ങൾ കൊണ്ടോ? എന്തായാലും ആരൂഢം മറഞ്ഞിരിക്കണു. ആരൂഢം മറഞ്ഞാ പിന്നെ പ്രശ്നവിധി ഇല്ലെന്നാണ് ശാസ്ത്രം. കാരണം അതിന് പ്രതിവിധിയുമില്ല.